Hi my dears, how are you? Today we are going to discussing about our third unit, third chapter summary. Our chapter name is A Friend Like Simon, written by Kate Gaynor. Now let us start our summary. The story A Friend Like Simon is about a boy named Simon who is a special child. He joins a new school where other child don't understand him. At first, Simon behaves differently from other. He doesn't talk much and finds it hard to make friends. എ ഫ്രണ്ട് ലൈക്ക് സൈമൺ എന്ന ഈ ഒരു ഭാഗം ഒരു പ്രത്യേക കഴിവുള്ള ഒരു കുട്ടിയായ സൈമൺ എന്ന ആ ഒരു കുട്ടിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സൈമൺ പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. ഫസ്റ്റിൽ അവൻ എന്താ ചെയ്തത്, അവൻ മറ്റു കുട്ടികളോട് നല്ല രീതിയിൽ അതായത് മിങ്കിൾ ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല. അവൻ ശാന്തനുമായിട്ടും അതുപോലെ കാം ആൻഡ് ക്വയറ്റായിട്ട് അവന് ഒരു ഒരു ഡിഫറെൻ്റ്ലി ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, സ്വഭാവക്കാരനായിട്ടാണ് അവനെ കാണുന്നത്. അതിനാൽ തന്നെ മറ്റു കുട്ടികൾ അവനെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുകയാണ് എന്നാണ് ഈ ഒരു ഫസ്റ്റിൽ പറയുന്നത്. ഓക്കെ, ദെൻ however, one boy in the class become kind and friendly towards Simon. He helps Simon with the school works and spends time with him gradually. The other students also begin to understand Simon and start to like him. പക്ഷെ എന്താ സംഭവിക്കുന്നത്, പക്ഷെ ഒരു സ്റ്റുഡൻറ്റ് മാത്രം സൈമണിനോട് ഭയങ്കര സ്നേഹപൂർവ്വമായിട്ട് ബിഹേവ് ചെയ്യുന്നു, അവനെ സഹായിക്കുന്നു, അവനെ കൂട്ടുകാരനാവുക, അതായത് അവനെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവൻ്റെ ഫ്രണ്ട്ലിയായി മാറുകയാണ് പിന്നീട് മറ്റു കുട്ടികളും സൈമണിനെ മനസ്സിലാക്കുന്നുണ്ട്, അവനോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ട് അവരും തുടങ്ങുകയാണ് ഓക്കെ ഡിയർ. ദെൻ പിന്നീട് പറയുന്നത് ദ സ്റ്റോറി ഷോസ് ദാറ്റ് എവറി പേഴ്സൺ ഈസ് എ യുണീക്ക് ആൻഡ് ദാറ്റ് I should be kind, patient and helpful toward others, especially those who are different from us. ഓക്കെ, അതായത് ഈ ഒരു സ്റ്റോറി നമുക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ് എന്നുള്ളതും, അതുപോലെ പ്രത്യേക ആവശ്യങ്ങളുള്ളവരോട് അതായത് ഡിസബിലിറ്റി ഇങ്ങനെയുള്ള പ്രത്യേകത ഉള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ്, സഹാനുഭൂതിയോടും അതുപോലെ സ്നേഹത്തോടെയൊക്കെ ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് ഇറ്റ് ടീച്ചേഴ്സ് എബൌട്ട് ഫ്രണ്ട്ഷിപ്പ്, കൈൻഡ്നെസ്, അക്സെപ്റ്റൻസ് ആൻഡ് ഇൻക്ലൂഷൻ. അതുപോലെ ഇത് നമ്മളെ സ്നേഹം എന്താണ്, സഹാനുഭൂതി എന്താണ്, അതുപോലെ സൗഹൃദം എന്താണ്, എങ്ങനെ ഉൾക്കൊള്ളണം തുടങ്ങിയ മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ ഡിയർ, thank you.